കോൺഗ്രസിൽ നിന്ന് 65 കോടി രൂപ ഈടാക്കി ആദായനികുതി വകുപ്പ്. മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയിൽ നിന്നാണ് പിഴ ഈടാക്കിയത്. 115 കോടി പിഴയുടെ ഒരു ഭാഗമാണ് ഈടാക്കിയതെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, കോൺഗ്രസിന് പിഴ ഈടാക്കിയിരിക്കുകയാണ്. 65 കോടി രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ തുക ഈടാക്കുന്നത്. എന്താണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്? അഞ്ജന, കഴിഞ്ഞ വെള്ളിയാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെയും 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരികയും AICC ട്രഷറർ അജയ് മാക്കൻ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്ത് പിന്നീട് ഇതിൽ ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും 4 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് ഈ കോൺഗ്രസിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഈ ട്രഷറർ കൂടിയായ അജയ് മാക്കൻ വ്യക്തമാക്കിയത്. ഇതിനെതിരെ പിന്നീട് കോൺഗ്രസ് ഈ ആദായ നികുതി വകുപ്പിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ട്രിബ്യൂണലിൽ എത്തുന്നതിൽ താൽക്കാലികമായി ഇളവ് നൽകുകയും ചെയ്തു. അതായത് ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാമെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. അന്ന് ഏകദേശം 115 കോടിയോളം രൂപ അന്ന് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ നിന്ന് ഒരു 65 കോടി രൂപയാണ് ഇന്നിപ്പോൾ ഈടാക്കിയത്. അതായത് ഇന്നിപ്പോൾ ഈ ഒരു ട്രിബ്യൂണൽ കേസ് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്ന് ആ കേസ് എടുക്കാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് 65 കോടി രൂപ ഇപ്പോൾ ഈടാക്കി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അതായത് 115 കോടിയുടെ പിഴയുടെ ഒരു ഭാഗം മാത്രമാണ് ഈടാക്കിയതെന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ട്രിബ്യൂണൽ കേസ് വിധിക്കുമ്പോൾ എല്ലാം തന്നെയും ഇത്തരത്തിലൊരു ഇടക്കാലമായ ഒരു വിധി വിധിക്കുമ്പോൾ തൽസ്ഥിതി തുടരണം, അതായത് ഇനി ഒരു തുടർ നടപടി ഉണ്ടാകരുത്, കോടതി പറയും വരെ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വിധി എന്നായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ഇന്ന് ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് ഈ ഒരു തുക ഈടാക്കിയതെന്നും ഇതിനെതിരെ വീണ്ടും ട്രിബ്യൂണലിനെ കോൺഗ്രസ് ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. അതായത് 2018 ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട 2018 ആദായ നികുതി റിട്ടേൺ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പിഴ ഈടാക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ വിശദീകരണം. അത് 210 കോടി രൂപ പിഴയടക്കമുണ്ട് എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. എന്തായാലും ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. പ്രത്യേകിച്ച് ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ സോഴ്സുകളെല്ലാം തന്നെയും മരവിപ്പിച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. ഇതിനെതിരെ വളരെ വലിയ പ്രതിഷേധവും അന്ന് കോൺഗ്രസ് നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ട്രിബ്യൂണലിൽ ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ 65 കോടി രൂപ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തൊക്കെ തന്നെ ട്രിബ്യൂണൽ ഈ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യും. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.